മഹാഭാരതത്തിലെ ഏറ്റവും കൂടുതൽ ശക്തനായ ഒരു കഥാപാത്രമാണ് കർണൻ. ആ കർണൻ്റെ ജീവചരിത്ര കഥ ഞങ്ങൾ കഥാപ്രസംഗ രൂപത്തിൽ അവതരിപ്പിക്കട്ടെ. മഹാഭാരതത്തിലെ കർണൻ. മഹാഭാരതത്തിലെ കർണൻ. ഭാരതം ഇതു മഹാഭാരതം, ഭാരതം ഇതു മഹാഭാരതം. ധർമാധർമ്മങ്ങൾ പോരാടുന്നൊരു കുരുക്ഷേത്ര ഭൂമി, ധർമാധർമ്മങ്ങൾ പോരാടുന്നൊരു കുരുക്ഷേത്ര ഭൂമി, ഇതു കുരുക്ഷേത്ര ഭൂമി. ഭാരതം ഇതു മഹാഭാരതം, ഭാരതം ഇതു മഹാഭാരതം. മഹേന്ദ്രപർവ്വത്തിൽ നിന്ന് പരശുരാമന്റെ ശിക്ഷണത്തിൽ അഭ്യാസമൊക്കെ പഠിച്ച കർണൻ അശ്വനിപുരിയിലെത്തുമ്പോൾ അശ്വനിപുരിയുടെ ഗ്രാമവും നഗരവും മനോഹരമായി അലങ്കരിച്ചിരിക്കുന്നു. കർണൻ തിരക്കി, എന്താണ് അശ്വനിപുരി മനോഹരമായി അലങ്കരിച്ചിരിക്കുന്നത്? അല്ല, ഇത് ആര്? അംഗരാജൻ കർണനോ? അതെ, അംഗരാജൻ കർണൻ തന്നെ. അങ്ങ് എവിടെയായിരുന്നു ഇത്രയും കാലം? ഞാൻ മഹേന്ദ്രപർവ്വത്തിലായിരുന്നു. പരശുരാമന്റെ ശിക്ഷണത്തിൽ അഭ്യാസമൊക്കെ പഠിച്ചു വന്നു. അതിരിക്കട്ടെ, എന്താ ഇവിടെ അശ്വനിപുരി മനോഹരമായി അലങ്കരിച്ചിരിക്കുന്നത്? എന്താണ്? അങ്ങറിഞ്ഞില്ലേ? ഇല്ല, ഇന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ എത്തുന്നു. എന്തിന്? സന്ധി സംഭാഷണത്തിന്. ഈ സന്ധി സംഭാഷണം തെറ്റിയാൽ ഒരു മഹായുദ്ധം ഉറപ്പാണ്. ഈ സമയം ദാ വരുന്നു ഭഗവാൻ ശ്രീകൃഷ്ണന്റെ നന്ദിഘോഷ രസത്തിന്റെ ശബ്ദം കേൾക്കാം. ഭഗവാൻ വരുന്നു. നന്ദിഘോഷ രഥത്തിൽ സ്വർണ്ണ കിരീടത്തിൽ മൈപ്പീലി ചൂടി സുസ്മേരന്റെ വദനാൽ ദാ വരുന്നു ഭഗവാൻ ശ്രീകൃഷ്ണൻ. എന്താ വരവാ? ഭഗവാൻ ഭഗവൽ തൂതുമായെത്തുന്നു ഭഗവാൻ. ദാ വരുന്നു ഭഗവാൻ. എന്ത് ഭംഗിയായിരിക്കും, എന്ത് രസമായിരിക്കും. സുസ്മേര വദനായി സ്വർണ്ണ കിരീടത്തിൽ മൈപ്പീലി ചൂടി ദാ വരുന്നു ഭഗവാൻ. ഭക്തജനങ്ങൾ എല്ലാവരും കൂടി ഭഗവാൻ വരുമ്പോൾ നടക്കുന്ന വീതിയിൽ പൂക്കളെറിഞ്ഞു കൊടുക്കും. നടക്കുന്ന വീതിയിൽ ഭക്തജനങ്ങൾ എല്ലാവരും കൂടി ചെന്ന് ഭഗവാന്റെ പാദങ്ങളെ കഴുകി അമൃതത്തെ പോലെ ആ ജലം ഭക്ഷിക്കുന്നു. ഭഗവാൻ സാവധാനം നടന്ന് അശ്വനിപുരി കവാടത്തിന്റെ മുന്നിൽ ചെന്നു. പൂക്കൾ എല്ലാവരും കൂടെ പൂക്കൾ എറിഞ്ഞു കൊടുക്കുകയാണ് ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ. എല്ലാവർക്കും അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊണ്ട് ഭഗവാൻ അശ്വനിപുരി കവാടത്തിലേക്ക് തന്റെ വലതുകാൽ എടുത്തു വെച്ചപ്പോൾ എല്ലാ ഇളകുകളും തോന്നുന്നു. അശ്വനിപുരി ആകെ ഇളകി മറിയുന്നു. എന്തായത്? ആളുകൾ അത്ഭുതപ്പെട്ട് എന്തായത്? ദുര്യോധന സിംഹാസനത്തിൽ നിന്നും താഴെ വീണു. പിതാമഹൻ ധൃതരാഷ്ട്ര മഹാരാജാവ്, ഗുരു ദ്രോണർ, അശ്വത്ഥാമാവ്, കർണൻ എല്ലാവരും ഇരിക്കുന്ന വേദിയിലേക്ക് ഭഗവാൻ കയറി വന്നപ്പോൾ എല്ലാവരും തൊഴുകൈയോടുകൂടി ഭഗവാനെ സ്വീകരിച്ച് ആനയിച്ച് ഒരു സ്വർണ്ണ സിംഹാസനത്തിൽ കൊണ്ടുപോയി ഇരുത്തി. മംഗളം നേരുന്നു മാധവാ, നിനക്ക് മംഗളം നേരുന്നു ഞങ്ങൾ. Hare Krishna 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 Hare 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 Rama Hare Rama Hare Hare Krishna Krishna Hare
എല്ലാവരും കൂടെ പാട്ടും മേളവും നൃത്തവും കണ്ട് ആ ഭഗവാൻ അങ്ങനെ രസിച്ചു നിൽക്കുന്നു. ഭഗവാൻ സാവധാനം സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റു. ഞാൻ ഭഗവാൻ ശ്രീകൃഷ്ണനായിട്ടോ മധുരയിലെ രാജാവായിട്ടോ പാണ്ഡവരുടെ അമ്മാവൻ്റെ മകനായിട്ടോ അല്ല ഇവിടെ വന്ന് നിൽക്കുന്നത്. ഒരു സന്ധി സംഭാഷണത്തെ അല്ല ഞാൻ വന്നത്, മറിച്ച് ദുര്യോധന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചൊരു മഹായുദ്ധം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ്. യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല, അത് ഇരു ഭാഗത്തും നാശങ്ങൾ വരിക്കും. ഹേ ദുര്യോധന, ഹേ ദുര്യോധന, കള്ള ചൂതിൽ ജയിച്ച് നിങ്ങൾ ഭാരത സംസ്കാരത്തെ അവഹേളിച്ചുകൊണ്ട് രാജ്യസഭയിൽ വെച്ച് പാവം പാഞ്ചാലിയെ വധനാശ്രമം ചെയ്തില്ലേ? 13 വർഷക്കാലം അവരെ വനവാസത്തിന് അയച്ചില്ലേ? രാജമാതാവ് കുന്തിയോടൊപ്പം അവരെ അരക്കിൽ തിട്ടിട്ട് കൊല്ലുവാൻ ശ്രമിച്ചില്ലേ? ഇങ്ങനെ എത്രയെത്ര അപരാധങ്ങളാണ് നിങ്ങൾ അവരോട് കാണിച്ചത്? ഇത്രയും അപരാധങ്ങൾ അവരോട് കാണിക്കുവാൻ അവരെന്ത് തെറ്റാണ് ചെയ്തത്? പറയൂ. പാണ്ഡവരും കൗരവരും ഒരേ സഹോദരന്മാരുടെ മക്കളാണ്. അവരൊന്നിച്ച് കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല. അതുകൊണ്ട് ഞാൻ പറയുന്നു, പാണ്ഡവർക്ക് ആശ്ചര്യപുരിയിലെ പകുതി രാജ്യം കൊടുക്കുക. സാധ്യമല്ല. ദുര്യോധനൻ ചാടി എഴുന്നേറ്റ് പറയുന്നു, സാധ്യമല്ല. ദുര്യോധന, എന്താ ഇത്? അശ്വനപുരകിലെ പകുതി രാജ്യം കൊടുക്കുവാൻ സാധ്യമല്ലെങ്കിൽ ഞാൻ ഒരു സന്ധി കൂടെ മുന്നോട്ട് വെക്കുകയാണ്. ഖാണ്ഡഭവനത്തിൽ അവർ കഷ്ടപ്പെട്ടുണ്ടായ ഇന്ദ്രപ്രസ്ഥമുണ്ടല്ലോ, അതെങ്കിലും കൊടുത്തൂടെ ദുര്യോധന? സാധ്യമല്ല. കാരണം ചൂതുകളിയിൽ ആ രാജ്യം അവർക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇനിയൊന്ന് തിരിച്ചു കൊടുക്കാനോ അസാധ്യമായ കാര്യങ്ങൾ പുലമ്പാതിരിക്കൂ ശ്രീകൃഷ്ണ. ദുര്യോധന, ഇത് ധർമ്മമല്ല, ഇത് നീതിയല്ല, ഇത് അനീതിയാണ്, ഇത് അക്രമമാണ്. നിന്റെ പാപത്തിന്റെ ശക്തി ആകാശം മുട്ടുവോളം ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. അത് താഴെ വീഴുമ്പോൾ പതനം മഹാപാപമായി തീരും. ശരി, ഖാണ്ഡഭവനം കൊടുക്കുവാൻ സാധ്യമല്ലെങ്കിൽ ഞാൻ ഒരു സന്ധി കൂടി വയ്ക്കുകയാണ്. സന്ധി സംഭാഷണവുമായി വന്ന ഞാൻ അവസാനമായി ഒരു സന്ധി 5 ഗ്രാമമെങ്കിലും കൊടുത്തോടെ ദുര്യോധന. സാധ്യമല്ലെന്ന് പറഞ്ഞില്ലേ? 5 ഗ്രാമം പോയിട്ട് 5 വീടുകൾ പോയിട്ട് ഒരു സൂചി കുത്താൾ ഇടം പോലും പാണ്ഡവർക്ക് കൊടുക്കുന്ന പ്രശ്നമില്ല. അവർ പാണ്ഡവന് മക്കളാണെങ്കിൽ യുദ്ധം ചെയ്ത് വാങ്ങട്ടെ. ഈ മറുപടിയായി മടങ്ങിപ്പോകുന്ന നിങ്ങളുടെ കാലടിയിൽ മണത്തരി പോലും പാണ്ഡവരെടുത്തെത്താൻ ഞാൻ സമ്മതിക്കില്ല. ഭഗവാനെന്നും പറഞ്ഞു നടക്കുന്ന പൊങ്കച്ചക്കാരനും ചതിയനുമായ ശ്രീകൃഷ്ണ, എന്റെ സൈന്യത്തിന്റെ കരവലം അറിയുന്നതിന് മുമ്പ് സന്ധി സംഭാഷണത്തിന്റെ കീറത്തൊടി പീതാംബരത്തിൽ പൊതിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതാണ് നല്ലത്. ഇറങ്ങിപ്പോകാൻ പറഞ്ഞത് കേട്ടില്ലേ? ഇറങ്ങിപ്പോകാൻ. മധുരയിലെ കാരാഗ്രഹത്തിൽ ജനിച്ച ഇവന് കൗരവരെ കാരാഗ്രഹത്തിൽ കിടന്ന് മരിക്കാനായിരിക്കും വിധി. ഇറങ്ങിപ്പോ. ഹേ കർണ, ഹേ ദുര്യോധന, ദുശാസന, ചങ്ങല കൊണ്ടുപോടാ, ബന്ധിക്കട ഈ കള്ളക്കിഷന്. സമയം പാഴാക്കാതെ കൊണ്ടുപോ. ഇത് കേട്ട ഉടനെ തന്നെ കർണനും ദുശാസനും സൈന്യവും കൊണ്ടുവന്ന് ആ ചങ്ങലയുമായി മുന്നോട്ട് വരുന്നു. ഈ സമയം ഭഗവാന്റെ ഭാവമങ്ങു മാറി. ഭഗവാൻ ആകാശം കൊണ്ടുവന്നിരുന്നു. ഭഗവാന്റെ ശക്തി വന്നിരിക്കുന്നു. സഭാമണ്ഡലത്തിൽ മേൽക്കൂടി പറയുന്നു. ഭഗവാന്റെ ശക്തി ഓരോ അവതാരങ്ങൾ മാറി മാറി വരുന്നു. ഇവിടെ ഭക്തിക്കിരയാക്കല്ലേ, ശാന്തനാകൂ ഭഗവാനെ. മാധവ, ഞങ്ങളെ പ്രാർത്ഥന കേൾക്കൂ മാധവ. മാധവ, പഴയ രൂപം പ്രാപിക്കൂ മാധവ. ഭക്തജനങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഭഗവാൻ പഴയ രൂപം പ്രാപിച്ചു. ഒരു കൊടുങ്കാറ്റ് പോലെ വെളിയിലേക്ക് ഇറങ്ങി വന്ന ഭഗവാൻ വെളിയിൽ നിൽക്കുന്ന കർണന്റെ കരങ്ങളിൽ ബലമായി പിടിച്ചു, രസത്തിലേക്ക് വലിച്ചെറിഞ്ഞു.
പൊടിപടലെങ്കിൽ പറച്ചിക്കൊണ്ട രഥം അതിവേഗം മുന്നോട്ട് വാഞ്ഞു. രഥചക്രമുരുളുന്നു മനസ്സിലൊരായിരം അസ്ത്രങ്ങൾ കൊള്ളുന്ന നൊമ്പരങ്ങൾ. രഥചക്രമുരുളുന്നു മനസ്സിലൊരായിരം അസ്ത്രങ്ങൾ കൊള്ളുന്ന നൊമ്പരങ്ങൾ. ആയിരം നൊമ്പരങ്ങൾ. രഥചക്രമുരുളുന്നു മനസ്സിലൊരായിരം അസ്ത്രങ്ങൾ കൊള്ളുന്ന നൊമ്പരങ്ങൾ. എന്നെ എങ്ങോട്ട് കൊണ്ടുപോകുന്നു? നീ രഥം നിർത്തൂ ഭഗവാനെ. ഭഗവാൻ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. രഥം അതിവേഗം മുന്നോട്ട് പായിക്കുകയാണ്. വളരെ നേരത്തെ യാത്രയ്ക്ക് ശേഷം ആ രഥം വിജനമായൊരു സ്ഥലത്ത് ഒരാലിന്റെ ചുവട്ടിൽ ചെന്ന് നിന്നു. ദാ കർണനെ ഭഗവാൻ തൻ്റെ കയ്യിൽ പിടിച്ച് രഥത്തിൽ നിന്നും താഴേക്കിറക്കുന്നു. എന്നെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ദുര്യോധനും ദുശാസനും എല്ലാവരും നോക്കി നിൽക്കുമ്പോൾ അവരുടെ കൺമുമ്പിൽ വിളിച്ച് എന്റെ കൈകളിൽ പിടിച്ച് രഥത്തിലേക്ക് വലിച്ചെറിഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്താണ്? ഈ വിജനമായ സ്ഥലത്ത് ഈ ആലിന്റെ ചുവട്ടിൽ ഒരു രഹസ്യം അറിയിക്കാൻ. എന്ത് രഹസ്യം? നീ ഇന്നുവരെ അറിയാത്ത നിന്റെ രഹസ്യം. ഇന്നുവരെ അറിയാത്ത എന്ത് രഹസ്യമാണുള്ളത്? നിന്റെ ജീവിത രഹസ്യം. ഈ പ്രപഞ്ചത്തിൽ എനിക്ക് മാത്രം അറിയാവുന്ന നിന്റെ ജീവിത രഹസ്യം. അതറിയിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എന്താണ് എന്റെ ജീവിത രഹസ്യം? എന്താണ് എന്റെ ജീവിത രഹസ്യം? പറയൂ മാധവ, എന്താണ്? ശാന്തനാകൂ കർണ, ശാന്തനാകൂ. നിന്റെ ജീവിത രഹസ്യം നീ നിമിഷം നീ അറിയാൻ പോവുകയാണ്. നീ ആരാണെന്ന്, നീ ആരുടെ മകനാണെന്നുള്ള സത്യം ഞാനിപ്പോൾ ഈ വിജനമായ സ്ഥലത്ത് ഈ ആലിന്റെ ചുവട്ടിൽ വെച്ച് പറയാൻ പോവുകയാണ്. നിന്റെ ശക്തി തോർന്നു പോകരുത്. ശക്തി സംഭരിക്കൂ കർണ. ഭഗവാനേ ജനാർദ്ദന പറയുക നീ ജീവകഥ. കേൾക്കുവാൻ ഞാനിതാ പറയൂ മാധവ, പറയൂ കർണ. നിന്റെ അച്ഛൻ ആരാണ്? എന്റെ അച്ഛൻ അധിരഥനാണ്. ഞാൻ അധിരഥന്റെ മകനാണ്, സൂതപുത്രന്റെ മകനാണ്. അങ്ങ് എന്താണ് ചിരിക്കുന്നത്? നിന്റെ അമ്മയോ? എന്റെ അമ്മ രാധികയാണ്, ഞാൻ രാധേയനാണ്. അങ്ങ് എന്താണ് ചിരിക്കുന്നത്? എൻ്റെ അച്ഛൻ അധിരഥനാണെന്ന് പറഞ്ഞപ്പോൾ, എൻ്റെ അമ്മ രാധികയാണെന്ന് പറഞ്ഞപ്പോൾ അങ്ങ് എന്നെ പുച്ഛിച്ച് ചിരിച്ചത് എന്തേ മാധവ? കർണ, നിന്റെ അച്ഛനും അവനും അമ്മയും ആരെന്ന് നിനക്കറിയില്ല. ആ രഹസ്യം എനിക്കറിയാം. ഞാൻ ആ രഹസ്യം നിന്നോട് പറയാൻ പോവുകയാണ്. അത് കേട്ട് നീ തകർന്നു പോകരുത്. പറയട്ടെ, പറയൂ മാധവ. അങ്ങയുടെ നാവിൽ നിന്ന് എന്നെ അറിയണം എൻ്റെ അച്ഛൻ ആരാണെന്ന്. ശാന്തനാകൂ കർണ, ശാന്തനാകൂ. നിന്റെ അച്ഛൻ, എന്റെ അച്ഛൻ, നിന്റെ അച്ഛൻ അധിരഥനല്ല. നിന്റെ അച്ഛൻ അധിരഥനല്ലേ? അല്ല,
നിന്റെ അമ്മ രാധികയുമല്ല. അല്ല, എന്റെ അമ്മ രാധയല്ലേ? അല്ല, പിന്നെ ആരാണ് എന്റെ മാതാപിതാക്കൾ? ആകാശത്ത് കത്തിച്ചൊളിച്ചു നിൽക്കുന്ന സൂര്യദേവനെ കാണിച്ചുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, ഇത് കണ്ടോ, ഈ വിശ്വം മുഴുവനും വിളഞ്ഞു നിൽക്കുന്ന ഈ സൂര്യദേവനാണ് നിന്റെ അച്ഛൻ. ഞെട്ടിപ്പോയി കർണൻ. സൂര്യദേവനാണോ എന്റെ അച്ഛൻ? ഈ വിശ്വം മുഴുവനും വിളഞ്ഞു നിൽക്കുന്ന ഈ സൂര്യദേവനാണോ എന്റെ അച്ഛൻ? അതെ. അല്ല, നീ സൂതപുത്രനല്ല, നീ സൂര്യപുത്രനാണ്. നീ സൂര്യപുത്രനാണ്, സൂര്യദേവന്റെ പുത്രൻ. അതാണ് നീ. ഭഗവാനെ, ഞാൻ സൂര്യദേവന്റെ പുത്രനാണെങ്കിൽ, ഞാൻ സൂര്യദേവന്റെ പുത്രനാണെങ്കിൽ, ഞാൻ സൂതപുത്രനല്ലെങ്കിൽ, എന്റെ അമ്മ രാധികയല്ലെങ്കിൽ, എന്നെ അറിയണം. എന്റെ അമ്മ ആരാണ്? പറയൂ മാധവ. അമ്മയെ കാണുവാൻ മോഹങ്ങളേറുന്നു, പറയില്ല കൃഷ്ണ നീ വൈകിടാതെ. രാധേയനാൽ മോഹങ്ങളേറുന്നു, പറയില്ല കൃഷ്ണ നീ വൈകിടാതെ. രാധേയനല്ലേ ഞാൻ, സൂതന്റെ മകനല്ലേ, പറയില്ലേ മാധവ പറയുന്ന. രാധേയനല്ലേ ഞാൻ, സൂതന്റെ മകനല്ലേ, പറയൂ നീ മാധവ വൈകിടാതെ. എനിക്കതറിയണം. എന്റെ അമ്മ ആരാണെന്ന് എനിക്കറിയണം. എന്നെ പ്രസവിച്ച എന്റെ അമ്മ ആരാണ് എനിക്കറിയണം മാധവ. ശാന്തനാകൂ കർണ, ശാന്തനാകൂ. ഞാൻ പറഞ്ഞു തരാം. ഭഗവാനെ, ഞാൻ അങ്ങേ എന്നും പൂജിക്കുന്നവരാണ്. ഞാൻ അങ്ങയെ എന്നും ആരാധിക്കുന്നവരാണ്. ഞാൻ അങ്ങയെ എന്നും എൻ്റെ മനസ്സിൽ ഓർക്കുന്നവരാണ് മാധവ. പറയൂ, എൻ്റെ അമ്മ ആരാണ്? എൻ്റെ അമ്മ ആരാണെന്ന് പറയൂ മാധവ. എനിക്കറിയാൻ കൊതിയായി. ശാന്തനാവൂ കർണ. നിന്റെ അമ്മ, എൻ്റെ അമ്മ, പറയൂ മാധവ. നിന്റെ അമ്മ പഞ്ചപാണ്ഡവരുടെ പറയൂ മാധവ. പഞ്ചപാണ്ഡവരുടെ അമ്മ കുന്തി ദേവിയാണ് നിന്റെയും അമ്മ. പഞ്ചപാണ്ഡവരുടെ അമ്മ കുന്തി ദേവിയാണോ എൻ്റെ അമ്മ? അതെ. അപ്പോൾ എൻ്റെ അമ്മ രാധികയല്ലേ? ഞാൻ രാധയനല്ലേ മാധവ? അല്ല, നീ കുന്തിയുടെ പുത്രനാണ്. സൂര്യദേവനിൽ നിന്ന് ആദ്യം കുന്തിക്കുണ്ടായ പുത്രൻ, കുന്തി പുത്രൻ, സൂര്യദേവന്റെ മകൻ. അതാണ് നീ. ഈ പ്രപഞ്ചം മാത്രം അറിയാവുന്ന സത്യം. ധൈര്യം ചോർന്നു പോയോ കർണ? ധൈര്യം ചോർന്നു പോയോ കർണ? ഇത്രയും നാൾ ഞാൻ രാധികയാണ് അമ്മയൊന്ന് ഓർത്ത് ഞാൻ എന്റെ ഇത്രയും കാലം ഞാൻ ജീവിച്ചു. ഇപ്പോൾ പറയുന്നു കുന്തി ദേവിയാണ് എന്റെ അമ്മയെന്ന്. അങ്ങ് പറയുന്നത് സത്യമാണോ മാധവ? ഞാൻ സത്യം മാത്രമേ പറയാറുള്ളൂ. ഞാൻ കുന്തിയുടെ മകനാണെങ്കിൽ, ഞാൻ പഞ്ചപാണ്ഡവരുടെ മൂത്തപുത്രനാണെങ്കിൽ, ഞാൻ എന്തുകൊണ്ട് കൗരവരോടൊപ്പം വളർന്നില്ല? പറയൂ മാധവ, ഞാൻ എന്തുകൊണ്ട് കൗരവരോടൊപ്പം വളർന്നില്ല? ഞാൻ എങ്ങനെ ഒരു സൂതപുത്രനായി? അവൻ നിന്റെ അമ്മയ്ക്ക് പറ്റിയ അബദ്ധം.
അത് നിന്റെ അമ്മയ്ക്ക് പറ്റിയ അബദ്ധമാണ് കർണ. നീ ക്ഷത്രിയനാണ്, നിന്റെ കുലം ശ്രേഷ്ഠമാണ്. നിന്റെ കരബലം കണ്ടാണ് ദുഷ്ടനായ ദുര്യോധനൻ ഇത്രയും അഹങ്കാരങ്ങൾ കാണിക്കുന്നത്. നിത്യദുഃഖം അനുഭവിക്കുന്ന നിന്റെ അമ്മയുടെ അരികിലേക്ക് പോകൂ. സഹോദര സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്ന നിന്റെ സഹോദരങ്ങളുടെ അരിത്തേക്ക് പോകൂ കർണ. പഞ്ചപാണ്ഡവരെ മൂത്ത പുത്രനായതിനെ രാജാവാക്കി അഭിഷേകം ചെയ്ത് രാജാവാക്കും. ഭീമസേനൻ നിനക്ക് വെഞ്ചാമരം വീശിത്തരും. ഇത്രയും നാളും ശത്രുവായി കണ്ടിരുന്ന അർജുനൻ നിന്റെ രഥത്തിലെ തേരാളിയാകും കർണ, തേരാളിയാകും. ഒരു സന്തോഷ വാർത്ത കൂടിയുണ്ട്. എന്താണ് മാധവ? പാഞ്ചാലി എന്നെ അവളുടെ ഭർത്താവായി സ്വീകരിക്കും. വരൂ മാധവ, അങ്ങ് പറയുന്നത് സത്യമാണ്. കാരണം സത്യമാണ്, ഞാൻ കളവ് പറയാറില്ല. ഞാൻ കൊണ്ടുപോകാൻ തന്നെ പാണ്ഡവരുടെ അടുത്തേക്ക് എന്ന് പറഞ്ഞ് ഭഗവാൻ ശ്രീകൃഷ്ണൻ കർണന്റെ കരങ്ങളിൽ പിടിച്ച് നടക്കാൻ ഭാവിച്ചപ്പോൾ കർണന്റെ കരങ്ങൾ തട്ടിമാറ്റി. ക്ഷമിക്കണം പ്രഭു, അങ്ങ് പറഞ്ഞു തന്ന അറിവ് കേട്ടി ഞാൻ സന്തോഷിക്കുന്നില്ല. ഓർമ്മ വെച്ച കാലം മുതൽ ഓരോരുത്തരുടെ പരിഹാസ വാക്കുകൾ കേട്ട് എന്റെ മനസ്സ് പൊന്നിച്ചു. ആദ്യമായി അസ്ത്രവിദ്യ പഠിക്കാൻ ചെന്നപ്പോൾ ഒരു ദ്രോണരുടെ മുമ്പിൽ ക്ഷത്രിയനല്ലെന്ന് പറഞ്ഞ് അദ്ദേഹം എന്നെ ഇറക്കി വിട്ടു. അപഹാസ്യനായി ഇറക്കി വിട്ടു എന്നെ. ഞാൻ വില്ലാളി വീരനായി വന്നപ്പോൾ അർജുനനെ തോൽപ്പിച്ചുകൊണ്ട് ഞാൻ വില്ലാളി വീരനായി വന്നപ്പോൾ എന്റെ ഹസ്തനപുരിയിലെ വീരനായി പ്രഖ്യാപിക്കുവാൻ ആരും തയ്യാറായില്ല. അവിടെ വിളംബരം ചെയ്തതുപോലെ രാജമാതാവ് കുത്തി എന്റെ നെറ്റിയിൽ സുന്ദൂര തിലകം ചാർത്തിയില്ല. അവിടെ വിളംബരം ചെയ്തതുപോലെ ഒരു ദ്രോണർ എന്റെ കഴുത്തിൽ സ്വർണ്ണ താമരമാല ചാർത്തിയില്ല. അവിടെ വിളംബരം ചെയ്തതുപോലെ എന്റെ ആനപ്പുറത്തിരുത്തി വാദ്യമേളകളോട് കൂടി എന്നെ ആനയിച്ചില്ല. ഇറക്കി വിട്ടു. എന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടു. എനിക്ക് എന്റെ അമ്മയെ കാണണം. മാധവ. ഇത്രയും നാളെ ഞാൻ കൊതിച്ച എന്റെ അമ്മയെ എനിക്ക് കാണണം മാധവ, എനിക്ക് കാണണം. എന്നെ അങ്ങോട്ട് കൊണ്ടുപോകൂ. കർണനെ പാണ്ഡവർ അഴിയിലേക്ക് കൊണ്ടുവന്നു. കുന്തിയെ കണ്ടപ്പോൾ കർണൻ ഓടിച്ചെന്ന് കുന്തിയെ കെട്ടിപ്പിടിച്ചു. അമ്മേ 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 അമ്മേ. അമ്മയെ കാണണം, ഉമ്മ കൊടുക്കണം, അമ്മ തന്മടിയിൽ ചായുറങ്ങണം. അമ്മയെ കാണണം, ഉമ്മ കൊടുക്കണം, അമ്മ തന്മടിയിൽ ചായുറങ്ങണം. എത്രയോ നാളായി ഞാൻ കാത്തിരിപ്പു എന്റെ അമ്മയെ ഒരു നോക്ക് കാണുവാൻ. എന്റെ അമ്മയെ ഒരു നോക്ക് കാണുവാൻ. എത്രയോ നാളായി
അമ്മയെ കാണണം, ഉമ്മ കൊടുക്കണം, അമ്മ തൻ മടിയിൽ ചായുറങ്ങണം, അമ്മ തൻ മടിയിൽ ചായുറങ്ങണം, അമ്മ തൻ മടിയിൽ ചായുറങ്ങണം. കർണൻ ഇവിടെ പൂർത്തിയാകുന്നു. നന്ദി, നമസ്കാരം.